പുരാതന ലോകത്തിന്റെ വാണിജ്യ ഭൂപടത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമുണ്ടായിരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു മുസിരിസ്. കേരളത്തിന്റെ മധ്യതീരത്ത് പെരിയാർ നദി അറബിക്കടലുമായി സംഗമിക്കുന്ന ഇടത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ നഗരം കേവലം ഒരു പ്രാദേശിക വിപണിയായിരുന്നില്ല, മറിച്ച് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ വിനിമയങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ റോമൻ ചരിത്രകാരന്മാരുടെ രേഖകളിലും സംഘകാല കൃതികളിലും മുസിരിസിനെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങൾ കാണാം. റോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള കപ്പലുകൾ സ്വർണവും വൈനും നിറച്ച് ഈ തീരത്തെത്തുകയും പകരം ഇവിടുത്തെ മലഞ്ചരക്കുകളും സുഗന്ധവ്യഞ്ജനങ്ങളും, പ്രത്യേകിച്ച് കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന കുരുമുളകും ശേഖരിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. ഈ വ്യാപാരബന്ധം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സജീവമായ ഒന്നായി നിലനിർത്തിയിരുന്നു. എന്നാൽ ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് AD 1341 അതിശക്തമായ ഒരു പ്രകൃതിക്ഷോഭം ഈ പ്രതാപത്തിന് പെട്ടെന്നൊരു അന്ത്യം കുറിച്ചു. പെരിയാർ നദിയിലുണ്ടായ അസാധാരണമായ പ്രളയം ഭൌമശാസ്ത്രപരമായ വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഈ പ്രകൃതി ദുരന്തം മുസിരിസ് എന്ന തുറമുഖത്തെ കടലിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും അവിടുത്തെ വാണിജ്യ സാധ്യതകളെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്തു. ഒരു നഗരത്തിന്റെ തകർച്ച എന്നതിലുപരി കേരളത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരകേന്ദ്രം ഒരു പ്രദേശത്തുനിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിസ്ഥാപിക്കപ്പെടുന്നതിനാണ് ഈ പ്രളയം കാരണമായത്. മുസിരിസിന്റെ പതനം കൊച്ചി എന്ന പുതിയൊരു തുറമുഖത്തിന്റെ ഉദയത്തിന് വഴിയൊരുക്കിയെന്നതും ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് 1341 പെരിയാർ പ്രളയം എങ്ങനെയാണ് കേരളത്തിന്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തെ പുനർനിർണയിച്ചത് എന്നാണ്. ഒരു തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ആഗോള വ്യാപാര ശൃംഖലയെ ബാധിക്കുന്നതെന്നും പ്രകൃതിദത്തമായ മാറ്റങ്ങൾ ഒരു ജനതയുടെ സാമ്പത്തിക നിലവാരത്തെയും ജീവിതരീതിയെയും എപ്രകാരം പരിവർത്തനം ചെയ്യുന്നുവെന്നും ഇതിലൂടെ വിശദമായി വിശകലനം ചെയ്യുന്നു. ചരിത്രരേഖകളുടെയും പുരാവസ്തു ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുസിരിസിന്റെ പതനത്തെയും കൊച്ചിയുടെ വളർച്ചയെയും കുറിച്ചുള്ള ഒരു വസ്തുനിഷ്ഠമായ അന്വേഷണമാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. മുസിരിസിന്റെ സാമ്പത്തിക പ്രാധാന്യം മനസ്സിലാക്കാൻ 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ആഗോള വ്യാപാര ശൃംഖലയെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. പുരാതന കാലത്ത് ചേര സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ തുറമുഖം ഇന്നത്തെ കൊടുങ്ങല്ലൂരിനും പറവൂരിനും ഇടയിലുള്ള പെരിയാർ നദീതടത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. വിദേശ സഞ്ചാരികളും ഭൂമിശാസ്ത്രജ്ഞരും തങ്ങളുടെ രേഖകളിൽ മുസിരിസിനെ മുജിരിപട്ടണമെന്നും മുസിരിസ് എംപോറിയം എന്നും വിശേഷിപ്പിച്ചിരുന്നു. ഈ പ്രദേശം കേവലം ഒരു ചരക്ക് കൈമാറ്റ കേന്ദ്രം എന്നതിലുപരി റോം, ഈജിപ്ത്, അറേബ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു അന്താരാഷ്ട്ര വാണിജ്യ നഗരമായിരുന്നു. അക്കാലത്തെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുരുമുളകിന് സ്വർണത്തോളം തന്നെ മൂല്യമുണ്ടായിരുന്നു എന്നത് മുസിരിസിന്റെ പ്രസക്തി വർദ്ധിപ്പിച്ചു. ചരിത്രപരമായ രേഖകൾ പ്രകാരം റോമൻ സാമ്രാജ്യവുമായുള്ള വ്യാപാരമായിരുന്നു മുസിരിസിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്. വിയന്നയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മുസിരിസ് പാപ്പിറസ് എന്നറിയപ്പെടുന്ന 2-ാം നൂറ്റാണ്ടിലെ വാണിജ്യ കരാർ ഈ വ്യാപാരത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്ന കൃത്യമായ ഒരു തെളിവാണ്. മുസിരിസിലെ ഒരു വ്യാപാരിയും അലക്സാൻഡ്രിയയിലെ ഒരു ധനികനും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാറിൽ ഒരു കപ്പൽ ചരക്കിന്റെ മൂല്യം അന്നത്തെ കാലത്ത് എത്രത്തോളം ഭീമമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കപ്പലുകളിൽ പ്രധാനമായും കയറ്റി അയച്ചിരുന്നത് കുരുമുളക്, മുത്തുകൾ, ആനക്കൊമ്പ്, വിലപിടിപ്പുള്ള രത്നങ്ങൾ എന്നിവയായിരുന്നു. ഇതിനു പകരമായി റോമൻ നാണയങ്ങളും വൈനും ഗ്ലാസ് ഉൽപ്പന്നങ്ങളും കേരള തീരത്തേക്കൊഴുകി. ഇത്തരം വിനിമയങ്ങൾ ഈ പ്രദേശത്തെ സാമ്പത്തികമായി വളരെയധികം സമ്പന്നമാക്കിയിരുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മുസിരിസിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. പെരിയാർ നദി അറബിക്കടലുമായി ചേരുന്ന ഭാഗത്തെ സ്വാഭാവികമായ ആഴവും സുരക്ഷിതത്വവും വലിയ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ അനുയോജ്യമായിരുന്നു. ഉൾനാടൻ ജലപാതകൾ വഴി മലയോര മേഖലകളിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ എളുപ്പത്തിൽ തുറമുഖത്ത് എത്തിക്കാൻ സാധിച്ചിരുന്നു എന്നത് വ്യാപാരത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു.
ഈ സാമ്പത്തിക അഭിവൃദ്ധി വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. യഹൂദർ, അറബികൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ഇവിടെ സ്ഥിരതാമസമാക്കുകയും അത് കേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ 1341 പ്രളയത്തിന് മുൻപ് വരെ മുസിരിസ് എന്നത് ദക്ഷിണേന്ത്യയുടെ സാമ്പത്തിക ഹൃദയമിടിപ്പായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും മുൻപും പിൻപുമെന്ന് രണ്ടായി വിഭജിച്ച നിർണായകമായ ഒരു പ്രകൃതിക്ഷോഭമായിരുന്നു AD 1341 പെരിയാർ നദിയിലുണ്ടായ മഹാപ്രളയം. ഈ ദുരന്തം കേവലം ഒരു കാലവർഷക്കെടുതി എന്നതിലുപരി ദക്ഷിണഭാരതത്തിന്റെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായിരുന്ന മുസിരിസ് തുറമുഖത്തിന്റെ അന്ത്യം കുറിച്ച ഒരു ഭൌമശാസ്ത്രപരമായ പരിവർത്തനമായിരുന്നു. അതിശക്തമായ മഴയെ തുടർന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാർ നദി അതിന്റെ സ്വാഭാവികമായ ഗതിയിൽ നിന്ന് മാറിയൊഴുകാൻ തുടങ്ങിയതാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. നദിയിലുണ്ടായ അപ്രതീക്ഷിതമായ ഈ ജലപ്രവാഹം ടൺകണക്കിന് എക്കലും മണലും ചെളിയും മലനാട്ടിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരികയും അത് മുസിരിസ് തുറമുഖത്തിന്റെ മുഖദ്വാരത്തിൽ വന്നടിയുകയും ചെയ്തു. ഈ പ്രകൃതിക്ഷോഭത്തിന്റെ സാമ്പത്തികവും ഭൌതികവുമായ ആഘാതം അതിശക്തമായിരുന്നു. നൂറ്റാണ്ടുകളായി വലിയ വിദേശ കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടാൻ പാകത്തിൽ ആഴമുണ്ടായിരുന്ന മുസിരിസ് തുറമുഖം പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ എക്കൽ കാരണം ആഴം കുറഞ്ഞ ഒന്നായി മാറി. കപ്പലുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം കടൽമുഖം തടസ്സപ്പെട്ടതോടെ മുസിരിസ് എന്ന ഉൾനാടൻ തുറമുഖം കടലിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നദിയുടെ ഗതി മാറിയതോടെ തുറമുഖത്തെ കായലുമായി ബന്ധിപ്പിച്ചിരുന്ന ജലപാതകൾ ഇല്ലാതാകുകയും പകരം പുതിയ മണൽത്തിട്ടകൾ രൂപപ്പെടുകയും ചെയ്തു. ചരിത്രകാരന്മാരുടെ നിഗമനപ്രകാരം ഈ പ്രളയത്തിന്റെ ഫലമായാണ് ഇന്നത്തെ വൈപ്പിൻ ദ്വീപ് രൂപം കൊള്ളുന്നത്. പ്രകൃതിയിലുണ്ടായ ഈ പെട്ടെന്നുള്ള മാറ്റം ഒരു വലിയ നഗരത്തിന്റെ തന്നെ വാണിജ്യപരമായ നിലനിൽപ്പിനെ അസാധ്യമാക്കി. ഭൌമശാസ്ത്രപരമായ ഈ മാറ്റങ്ങൾ കേരളത്തിന്റെ വ്യാപാര ഭൂപടത്തെ അടിമുടി പരിഷ്കരിച്ചു. മുസിരീസിന്റെ പ്രവേശന കവാടം അടഞ്ഞപ്പോൾ പ്രളയജലം മലവെള്ളത്തിനൊപ്പം ഒഴുകിച്ചേർന്ന് മറ്റൊരു ഭാഗത്ത് പുതിയൊരു കായൽമുഖം തുറക്കപ്പെട്ടു. ഇതാണ് പിൽക്കാലത്ത് കൊച്ചി തുറമുഖമായി വികസിച്ചത്. 1341 പ്രളയം ഒരു വശത്ത് ലോകപ്രശസ്തമായ ഒരു തുറമുഖത്തെ മണ്ണുമൂടി നശിപ്പിച്ചപ്പോൾ മറുവശത്ത് കൊച്ചി എന്ന സ്വാഭാവിക തുറമുഖത്തിന് ജന്മം നൽകുകയായിരുന്നു. മുസിരിസിലെ വ്യാപാരികൾക്കും ഭരണാധികാരികൾക്കും ഈ മാറ്റത്തെ മറികടക്കാൻ സാങ്കേതികമായി സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ആഗോള വ്യാപാര കേന്ദ്രമെന്ന നിലയിലുള്ള മുസിരിസിന്റെ സ്ഥാനം ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം ഉപയോഗശൂന്യമായതോടെ ഉണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരുന്നു. ദശാബ്ദങ്ങളായി ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്ന ഈ പ്രദേശം പെട്ടെന്നൊരു ദിവസം അതിന്റെ വാണിജ്യപരമായ പ്രസക്തി നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടുപോയി. ഈ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ചേര സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങൾക്കുണ്ടായ വരുമാന നഷ്ടമായിരുന്നു. മുസിരിസ് വഴി നടന്നിരുന്ന വ്യാപാരത്തിൽ നിന്ന് ലഭിച്ചിരുന്ന ചുങ്കവും നികുതിയുമായിരുന്നു അന്നത്തെ ഭരണകൂടത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്. തുറമുഖം പ്രവർത്തനരഹിതമായതോടെ ഈ വരുമാനം പൂർണ്ണമായും ഇല്ലാതാകുകയും അത് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും സൈനിക ശേഷിയെയും ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ മുസിരീസിലെ പ്രമുഖ വ്യാപാര സമൂഹങ്ങളായ ജൂതന്മാർ, സിറിയൻ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ തങ്ങളുടെ നിലനിൽപ്പിനായി സുരക്ഷിതമായ മറ്റ് താവളങ്ങൾ തേടി പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഈ വ്യാപാരി സമൂഹങ്ങൾ കൊച്ചിയിലേക്കും മട്ടാഞ്ചേരിയിലേക്കും കുടിയേറിയത് മുസിരിസ് എന്ന നഗരത്തിന്റെ ജനസംഖ്യാപരമായ ഘടനയെയും സാമ്പത്തിക അടിത്തറയെയും എന്നേക്കുമായി തകർത്തു. തുറമുഖത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ പ്രദേശത്തെ പ്രാദേശിക കൃഷിയും വ്യവസായങ്ങളും കടുത്ത പ്രതിസന്ധി നേരിട്ടു. കയറ്റുമതി ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വിപണിയില്ലാതെ വരികയും കർഷകർക്ക് അർഹമായ വില ലഭിക്കാത്ത സാഹചര്യം സംജാതമാവുകയും ചെയ്തു. നദിയുടെ ഗതി മാറിയതും പുതിയ മണൽത്തിട്ടകൾ രൂപപ്പെട്ടതും ഉൾനാടൻ ജലഗതാഗതത്തെയും ബാധിച്ചു. ഇത് ചരക്കുകൾ ശേഖരിച്ച് തുറമുഖത്തെത്തിക്കുന്ന പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കി. ചുരുക്കത്തിൽ മുസിരിസ് എന്ന മഹാനഗരം
ഒരു ആഗോള വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് വിസ്മൃതിയിലേക്ക് ആണ്ടുപോയത് ഈ പ്രളയാനന്തരമുണ്ടായ പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചയുടെ ഫലമായാണ്. ഒരു പ്രകൃതി ദുരന്തം എങ്ങനെയാണ് ഒരു നഗരത്തിന്റെ സാമ്പത്തിക ഭാവിയെ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു ഇത്. മുസിരിസിന്റെ തകർച്ച പ്രകൃതിദത്തമായ ഒരു അന്ത്യമായിരുന്നുവെങ്കിൽ, കൊച്ചിയുടെ ഉദയം അതേ പ്രകൃതി ശക്തികൾ തന്നെ ഒരുക്കിയ പുതിയൊരു വാണിജ്യ സാധ്യതയായിരുന്നു. 1341 പ്രളയം പെരിയാറിന്റെ ഗതി മാറ്റുകയും മുസിരിസ് തുറമുഖത്തെ മണ്ണുമൂടുകയും ചെയ്തപ്പോൾ അതിന്റെ ഉപോൽപ്പന്നമെന്നോണം കൊച്ചിയിൽ വിപുലമായ ഒരു കായൽമുഖം രൂപപ്പെട്ടു. സമുദ്രത്തോട് ചേർന്നുള്ള ഈ പുതിയ ജലാശയം വലിയ കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടാൻ പാകത്തിൽ ആഴമേറിയതും പ്രകൃതിദത്തമായ സംരക്ഷണം ലഭിക്കുന്നതുമായിരുന്നു. മുസിരിസ് എന്ന പുരാതന തുറമുഖത്തിന് പകരമായി പ്രകൃതി തന്നെ ഒരുക്കിയ ഈ പുതിയ വാതിൽ കേരളത്തിന്റെ വാണിജ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സ്ഥാനചലനത്തിന് തുടക്കമിട്ടു. ഈ ഭൂമിശാസ്ത്രപരമായ മാറ്റം മനസ്സിലാക്കിയ വ്യാപാരി സമൂഹം പതുക്കെ കൊച്ചിയിലേക്കും മട്ടാഞ്ചേരിയിലേക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ തുടങ്ങി. മുസിരിസിൽ പതിറ്റാണ്ടുകളായി വാണിജ്യം നടത്തിയിരുന്ന ജൂതന്മാർ, അറബികൾ, സുറിയാനി, ക്രിസ്ത്യാനികൾ തുടങ്ങിയ പ്രമുഖ വിഭാഗങ്ങൾ കൊച്ചിയിലെ പുതിയ തുറമുഖത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു. മട്ടാഞ്ചേരി ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി മാറുന്നതും കൊച്ചി രാജവംശം തങ്ങളുടെ ആസ്ഥാനം അങ്ങോട്ടു മാറ്റുന്നതും ഈ കാലഘട്ടത്തിലാണ്. മുസിരിസിന്റെ പതനത്തോടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരം കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. കൊച്ചി രാജാക്കന്മാർ വിദേശ വ്യാപാരികൾക്ക് നൽകിയ സംരക്ഷണവും നികുതി ഇളവുകളും ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. കൊച്ചിയുടെ ഈ ഉദയം കേവലം പ്രാദേശികമായ ഒരു മാറ്റമായിരുന്നില്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. പിന്നീട് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ കേരള തീരത്തെത്തിയപ്പോൾ അവർ കൊച്ചിയെയാണ് തങ്ങളുടെ പ്രധാന താവളമായി തിരഞ്ഞെടുത്തത്. മുസിരിസ് അപ്പോഴേക്കും ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. കൊച്ചി കായലിന്റെ ആഴവും വിദേശ കപ്പലുകൾക്ക് അവിടെ ലഭിച്ചിരുന്ന സൌകര്യങ്ങളും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കൊച്ചിയെ ഒരു വലിയ ശക്തിയായി മാറ്റി. മുസിരിസിലുണ്ടായിരുന്ന സാംസ്കാരിക വൈവിധ്യവും സാമ്പത്തിക ചടുലതയും കൊച്ചിയിലേക്കും മട്ടാഞ്ചേരിയിലേക്കും പറിച്ചു നടപ്പെട്ടതോടെ കേരളത്തിന്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നേക്കുമായി പുനർനിർണയിക്കപ്പെട്ടു. ഒരു പ്രളയം ഒരു തുറമുഖത്തെ ഇല്ലാതാക്കിയപ്പോൾ മറ്റൊരു മഹാനഗരത്തിന്റെ ഉദയത്തിന് അത് സാക്ഷിയായി. പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഈ മാറ്റത്തെ വസ്തുനിഷ്ഠമായി ശരിവയ്ക്കുന്നുണ്ട്. പട്ടണം ഖനനത്തിൽ നിന്ന് ലഭിച്ച റോമൻ ആംഫോറകളുടെയും സെറാമിക് അവശിഷ്ടങ്ങളുടെയും കാലഗണന പരിശോധിച്ചാൽ 14ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ മുസിരിസിലെ ആഗോള സാന്നിധ്യം പെട്ടെന്ന് കുറഞ്ഞതായി കാണാം. നേരെ മറിച്ച് ഇതേ കാലയളവിന് ശേഷം കൊച്ചിക്കായൽ പരിസരങ്ങളിൽ നിന്നും ചൈനീസ് സെറാമിക്സിന്റെയും വിദേശ നാണയങ്ങളുടെയും ലഭ്യത വർദ്ധിക്കുന്നു. കപ്പലുകളുടെ ഗതാഗതക്ഷമതയെക്കുറിച്ചുള്ള ഹൈഡ്രോഗ്രാഫിക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മുസിരിസ് ഭാഗത്തെ സക്കൻഷിപ്പ് അവശിഷ്ടങ്ങൾ എക്കൽ മൂടിപ്പോയതുമൂലം ആ പ്രദേശത്തെ സമുദ്രവിജ്ഞാനീയം തന്നെ മാറിയെന്നാണ്. ഇത് വ്യാപാര കപ്പലുകൾക്ക് ഈ തീരത്തോടുള്ള വിശ്വാസം കുറയ്ക്കുകയും കൂടുതൽ ആഴമുള്ള കൊച്ചിൻ ഇൻലെറ്റിലേക്ക് കപ്പലുകളെ ആകർഷിക്കുകയും ചെയ്തു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ മാറ്റം കേരളത്തിന്റെ നഗരവൽക്കരണ പ്രക്രിയയെയും സ്വാധീനിച്ചു. മുസിരിസിന്റെ തകർച്ച കൊടുങ്ങല്ലൂർ എന്ന നഗരത്തെ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമായി ഒതുക്കിയപ്പോൾ കൊച്ചി ഒരു വാണിജ്യ മെട്രോപോളിസായി വളർന്നു. ഈ സാമ്പത്തിക മാറ്റമാണ് പിൽക്കാലത്ത് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ശക്തികളെ കൊച്ചിയിലേക്ക് ആകർഷിച്ചത്. മുസിരിസ് നിലനിന്നിരുന്നുവെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കൊടുങ്ങല്ലൂർ കേന്ദ്രീകൃതമായ ഒരു സാമ്രാജ്യത്വത്തിന് കീഴിൽ തുടരുമായിരുന്നു. എന്നാൽ പ്രളയം വരുത്തിയ മാറ്റം കേരളത്തിന്റെ അധികാരം തീരദേശ നഗരങ്ങളിലേക്ക് വിഭജിക്കപ്പെടാനും അത് പിൽക്കാലത്തെ കോളനി വാഴ്ചയുടെ സ്വഭാവം നിർണയിക്കാനും കാരണമായി. ചുരുക്കത്തിൽ 14ാം നൂറ്റാണ്ടിലെ ആ പ്രകൃതിക്ഷോഭം ആധുനിക കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ പാകിയ ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു. മുസിരിസിന്റെ പതനവും കൊച്ചിയുടെ ഉദയവും കേവലം ഒരു പ്രാദേശിക ചരിത്രമല്ല, മറിച്ച് പ്രകൃതിശക്തികൾക്ക് ഒരു ജനതയുടെ സാമ്പത്തിക ഭാവിയെ
എങ്ങനെ പുനർനിർണയിക്കാൻ കഴിയുമെന്നതിന്റെ ആഗോളതലത്തിലുള്ള ഉദാഹരണമാണ്. മഹാപ്രളയം പെരിയാർ നദിയുടെ ഗതി മാറ്റിയപ്പോൾ അതില്ലാതാക്കിയത് നൂറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ആഗോള വ്യാപാര സാമ്രാജ്യത്തെയായിരുന്നു. മുസിരിസ് എന്ന മഹാനഗരം മണ്ണടിഞ്ഞത് കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു യുഗത്തിന്റെ അന്ത്യമായിരുന്നെങ്കിൽ, അത് കൊച്ചി എന്ന പുതിയൊരു വാണിജ്യ കേന്ദ്രത്തിന് വഴി തുറന്നത് മറ്റൊരു യുഗത്തിന്റെ തുടക്കമായിരുന്നു. പ്രകൃതിദത്തമായ ഈ പരിവർത്തനം കേരളത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാര സമവാക്യങ്ങളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പറിച്ചുനട്ടു. ആധുനിക കാലഘട്ടത്തിലെ പഠനങ്ങളും പുരാവസ്തു ഗവേഷണങ്ങളും ഈ മാറ്റത്തിന്റെ ആഘാതം എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. മുസിരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് പോലുള്ള സംരംഭങ്ങളിലൂടെ ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ഇന്ന് ശ്രമങ്ങൾ നടക്കുമ്പോഴും 14-ാം നൂറ്റാണ്ടിലുണ്ടായ ആ വിച്ഛേദം കേരളത്തിന്റെ വികസന മാതൃകയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഒരു പ്രളയം ഒരു തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമത നശിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ വിദേശബന്ധങ്ങളും തദ്ദേശീയമായ ഉൽപാദന വിതരണ ശൃംഖലകളും പുതിയ പാതകൾ തേടി. ഈ മാറ്റമാണ് കൊച്ചിയെ ഇന്നത്തെ നിലയിലുള്ള ഒരു ആഗോള നഗരമാക്കി മാറ്റുന്നതിൽ നിർണായകമായത്. ചുരുക്കത്തിൽ, മുസിരിസിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം ഭൂമിശാസ്ത്രപരമായ സ്ഥിരതയ്ക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിലുള്ള പങ്കിനെക്കുറിച്ചാണ്. പ്രകൃതിയുടെ ഓരോ ചലനവും മനുഷ്യന്റെ സാമ്പത്തിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. മുസിരിസ് എന്ന വിസ്മരിക്കപ്പെട്ട തുറമുഖം ഇന്നും കേരളത്തിന്റെ മണ്ണിൽ ഒരു നിശബ്ദ സാക്ഷിയായി അവശേഷിക്കുന്നു. അത് കേവലം ഒരു തുറമുഖത്തിന്റെ തകർച്ചയായിരുന്നില്ല. പ്രകൃതിയുടെ ഇടപെടലിലൂടെ ഒരു ജനതയുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഗതിമാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ വസ്തുനിഷ്ഠമായ പാഠപുസ്തകമാണ്.